പുതിയ പാറ്റേണിൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഒരു എന്താ പറയാ സ്വർണ്ണ ഖനിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ചോദ്യങ്ങൾ, ബുദ്ധിമുട്ടാന്ന് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്ന ചോദ്യങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് കറക്കി കുത്തി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. അത് പുതിയ പാറ്റേണിൽ പഠിച്ച പരിശീലനം നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിൽ പെട്ടെന്ന് കാണുമ്പോൾ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുകയും അതേസമയം ഒരു 10 സെക്കൻഡ് കൊണ്ട് കറക്കി കുത്തി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുകയും ചെയ്യുന്ന ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതിനോടൊപ്പം PSC ചോദിച്ച ചലഞ്ചിങ് ചോദ്യങ്ങൾ, അത് എവിടെ നിന്നാണെന്നും എങ്ങനെയൊക്കെയാണ് അത് ഇനിയുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നും പറയുന്ന പോലെ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കാണും. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അവിടെ ഡെയിലി തരുന്ന മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ വിശാലമായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പെന്നൊന്ന് സെലക്ട് ചെയ്തോട്ടെ. യെസ്, പച്ച കളർ ആയിക്കോട്ടെ. പക്ഷെ എലിമിനേഷൻ ടെക്നിക്സ് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഇത് പഠിക്കാനായി നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബിലെ ഫ്രീ വീഡിയോസ് മാത്രം മതി. ഇന്റഗ്രേറ്റഡ് ആയി നിങ്ങളുടെ കോഴ്സിന്റെ ഭാഗമായി ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിലേക്ക് വരാം. ഫീസ് മാത്രമേ കുറവുള്ളൂ. ക്ലാസ്സിന്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. കമന്റ് സെക്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇത് പറയാനുള്ള റീസൺ സിവിൽ സർവീസ് നിലവാരത്തിലേക്ക് PSC പൊക്കോണ്ടിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്, വിലയിരുത്തപ്പെടുന്ന ചോദ്യമാണത്. ഇത് 2019 സിവിൽ സർവീസ് പ്രിലിംസ് പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. ഞാനത് സിവിൽ സർവീസ് പ്രിലിംസ് ഞാനിത് പാസ്സായതാണ്. 2019 പാസ്സായതിന് മെയിൻ സെറ്റ് നില പൊട്ടി, എന്നാലും പ്രിലിംസ് പാസ്സായിരുന്നു. അതുകൊണ്ട് ചോദ്യം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സ്ട്രൈക്ക് ആയി. 1980s മുതലുള്ള UPSC ചോദ്യങ്ങൾ വിശകലനം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കുറെ PSC ചോദ്യങ്ങൾ ഇപ്പം കിട്ടും. ഇവിടെ ഒന്നാമത്തെ ചോദ്യം കണ്ടോ, ദൃഢപ്രസ്താവന എന്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഘടന വ്യവസായങ്ങളിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു എന്ന് പറയുന്നത്. SCRT ഞാൻ അങ്ങനെ കണ്ടില്ല. കണ്ടിട്ടുള്ള ആൾക്കാരെ ദയവായി കമന്റ് സെക്ഷനിൽ പറയാം. ബിക്കോസ് UPSC വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. From second 5-year plan, there was a determined thrust towards substitution of basic industry, basic and capital good industry. അടിസ്ഥാന വ്യവസായം അല്ലെ? സോ അടിസ്ഥാന ഘടന വ്യവസായം, ബേസിക് ഇൻഡസ്ട്രി, അതിന് ത്രസ്റ്റ് ഉണ്ട്. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? അപ്പം നമ്മൾ എപ്പോഴും ഒരു UPSC നിലവാരത്തിൽ നിന്ന് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി UPSC അല്ല പോകേണ്ടത്. അപ്പൊ ഈ ചോദ്യം അതിനോടൊപ്പം PSC ട്രഡീഷണൽ ആയിട്ട് ചോദിക്കുന്ന ഫാക്ടറിലും പഠിക്കണം. അതായത് ഒരു മധ്യമ മാർഗം എന്ന് പറയും. ബുദ്ധന്റെ ഫിലോസഫിയാണ് മധ്യമ മാർഗം. എക്സ്ട്രീംസിലേക്ക് പോകാൻ നടുക്കൂടെ പോകാന്ന് പറയും. സോ നടുക്കൂടെ സഞ്ചരിക്കുക. UPSC-യുടെ PSC-യുടെ നടുക്കൂടെ സഞ്ചരിക്കുക. നമ്മുടെ ഈ ചാനലിലെ ക്ലാസ് അത്തരത്തിലുള്ളതാണ്. പക്ക UPSC അല്ല, പക്ക PSC അല്ല. പുതിയ PSC ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ യൂട്യൂബിൽ കൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ടെലിഗ്രാമിലും അത്തരത്തിലുള്ള നോട്ട്സ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പം ഈ ചോദ്യം കുറച്ച് ഡേഞ്ചറസ് ആണ്. ജനറലി ഇതിന്റെ ആൻസർ PSC മര്യാദയ്ക്ക് ആൻസർ കിട്ടുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ A ആണ് ആവേണ്ടത്. ബിക്കോസ് ഇന്ത്യയിൽ സ്വകാര്യ മേഖലയ്ക്ക് ഇതിനുള്ള കഴിവില്ലായിരുന്നു. അതുകൊണ്ടാണ് പബ്ലിക് സെക്ടർ ഗവൺമെന്റ് എന്ത് ചെയ്ത് ഇത് ഏറ്റെടുത്തത്. അപ്പം ഈ അസേർഷന്റെ അതേ റീസൺ തന്നെയാണ് ഇവിടെ വരുന്നത്. അസേർഷൻ റീസൺ. ഇപ്പൊ സ്ഥിരം PSC അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. UPSC ചോദ്യങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. അത് വെച്ച് പഠിക്കുക. ഞങ്ങളുടെ ബാച്ചസിൽ എക്സ്റ്റൻസീവ് ആയിട്ട് UPSC ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നീട് ഇതിന്റെ ആൻസർ A ആണ്. ഫസ്റ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഇനി അടുത്ത PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പം ഒന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്യാം. വലിയ അവസരങ്ങൾ വരാൻ പോകുന്നത് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് തന്നെ പഠിക്കാം. പക്ഷേ PSC സോഴ്സുകൾ വിട്ടുകളയാൻ പറ്റും? ഒരിക്കലും ഇല്ല. ഇത് SCRT ഡയറക്റ്റ് വന്ന ചോദ്യമാണ്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദുർഗാണ് ഇതിന്റെ ആൻസർ അല്ലേ? ഞാൻ കൃത്യമായിട്ട് ക്ലാസ്സിൽ SCRT-യിലെ സ്ക്രീൻഷോട്ട് വെച്ച് തന്നെ പഠിപ്പിച്ചു വിട്ടതാണ്. അപ്പോ PSC-യുടെ പുതിയ ചോദ്യങ്ങൾ PSC ചോദിക്കുന്നത് UPSC-യിൽ നിന്നുമുണ്ട്, അതുപോലെ SCRT-യിൽ നിന്നുമുണ്ട്. എന്തായാലും പഴയ പോലെ തത്തമേ പൂച്ച പഠനം മാറ്റിവെച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ട് നിങ്ങൾ സ്കൂളിൽ എങ്ങനെയാണ് പഠിച്ചത്? ചോദ്യ ഉത്തരം ഫോർമാറ്റിലായിരുന്നു അല്ലല്ലോ. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടല്ലേ പഠിച്ചത്? ഡിസ്ക്രിപ്റ്റീവായിട്ട് അങ്ങ് പഠിച്ചു തുടങ്ങാം. SCRT-കൾ നമുക്ക് ഇന്നും വിലപ്പെട്ടത് തന്നെയാണ്. SCRT-കൾ ഉപേക്ഷിക്കരുത്. NCERT-കളും UPSC ബുക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കുന്നതിനൊപ്പം SCRT-കൾ ഉപയോഗിച്ച് തന്നെ പോവുക. ഓക്കെ, അപ്പോ മറ്റൊരു ചോദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു ചോദ്യം PM സൂര്യഘർ മുക്തി ജിലേബിയോ അല്ല, ബിജ്ലി യോജന. ഓക്കെ, ഇതിനകത്ത് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെന്ന ചോദ്യം. അതായത് ഇതിനകത്ത് ഏതോ ഒരു പ്രസ്താവനയാണ് അനുയോജ്യമല്ലാത്തത്, ബാക്കിയുള്ള എല്ലാം അനുയോജ്യമാണ്. ഒരു സംശയം ചോദിച്ചാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. UPSC-യിലെ ടെക്നിക്കാണ്.
അത് തന്നെയാണ് പി എസ് സിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു 10-15 മാർക്ക് എല്ലാ പരീക്ഷയിലും നേടിത്തരാൻ സഹായിക്കുന്നത്. നമുക്ക് കോമ്പറ്റീഷൻ പുഷ് ചെയ്യണം, കട്ട് ഓഫ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടെക്നിക്സ് എല്ലാം പബ്ലിക്കായിട്ട് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഈ പാറ്റേണിൽ തന്നെ പഠിക്കണം. നിങ്ങൾ നോക്കുക, ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു ഈ പദ്ധതി പ്രകാരം പാനലുകൾ വെക്കാൻ സബ്സിഡി നൽകുന്നു. ഡിയിൽ പറയുന്നു ഇതിന്റെ അണ്ടറിൽ മുഴുവൻ ചെലവും സർക്കാർ വഹിക്കുന്നു എന്നുള്ളത്. സബ്സിഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലവിന് ഒരു ഭാഗം മാത്രം എന്നുള്ളതല്ലേ. അപ്പൊ ഇവിടെ ആക്ച്വലി ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ഇൻകൺസിസ്റ്റന്റ് അല്ലേ, പരസ്പര വിരുദ്ധമല്ലേ, ബിയും ഡിയും. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഇതിന്റെ നിറം കറുപ്പ് അല്ലെങ്കിൽ വെളുപ്പ്, ഞാൻ എപ്പോഴും പറഞ്ഞത് ഇതിന് ഒന്നല്ലേ ശരിയാവാൻ പാടുള്ളൂ. അപ്പോ ബിയും ഡിയും പരസ്പരം ഓപ്പോസിറ്റ്, അതിന്റെ അർത്ഥം ഏതോ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നാണ്. അപ്പൊ അനുയോജ്യമല്ലാത്തതെന്ന് പറയുമ്പോൾ ബി അല്ലെങ്കിൽ ഡി ആയല്ലേ പറ്റുള്ളൂ. അപ്പൊ തന്ത്രപരമായി നിങ്ങൾ പഠിക്കുക. തന്ത്രം ഉപയോഗിച്ച് നമുക്ക് പല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ UPSC ടോപ്പേഴ്സിന്റെ വീഡിയോ കാണാം, അവർ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എത്ര പഠിച്ചിട്ട് പോയാലും സിവിൽ സർവീസ് പ്രിലിംസിന് നമുക്കൊരു 40 അല്ലെങ്കിൽ 40 ചോദ്യത്തിൽ കൂടുതൽ ഡയറക്റ്റ് അറിയില്ലായിരിക്കും. ബാക്കി ചോദ്യങ്ങൾക്കൊക്കെ ഈ രീതിയിൽ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത കറക്കി കുത്തിയാണ് ഉത്തരത്തിലേക്ക് എത്തുന്നത്. അപ്പോ അതൊരു ഇന്റലക്ച്വൽ എക്സസൈസ് ആണ്. ഈ ചോദ്യമിട്ട ആളുടെ ഉദ്ദേശവും നിങ്ങൾക്ക് വിശകലനാത്മകമായ മെന്റാലിറ്റി ഉണ്ടോ എന്നുള്ളത് തന്നെയാണ്. ഈ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടും ആഴത്തിലിറങ്ങി പഠിച്ചുകൊണ്ടും തന്നെയാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ PSCയിൽ എനിക്ക് എത്താൻ സാധിച്ചത്. അപ്പൊ ആ രീതിയിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും പഠിക്കാം. അപ്പൊ ഇനി നിങ്ങൾ കോമൺ സെൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പദ്ധതി അല്ലെങ്കിൽ സോളാർ സെൽ എന്ന് പറയുമ്പോഴത്തേക്കും മുഴുവൻ ചെലവും സർക്കാർ വഹിക്കുമെങ്കിൽ നാട്ടുകാരെല്ലാം സർക്കാരിന് പറയുന്നത് എനിക്കിതാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് റേഷൻ അല്ല, റേഷൻ കടയിൽ എല്ലാവർക്കും പോവാം. പക്ഷെ ഇത് ഒരു പദ്ധതി ഗവൺമെന്റ് റോൾ ഔട്ട് ചെയ്യുമ്പം അത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണെങ്കിൽ നാട്ടുകാർ മൊത്തം അത് വേണമെന്ന് ഡിമാൻഡ് ചെയ്തില്ലേ, അപ്പൊ സർക്കാരിന് അത് പിടിച്ചിരിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് സബ്സിഡിയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ അനുയോജ്യമല്ലാത്ത മുഴുവൻ ചെലവും സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. ഡി. ഇത്രയൊന്നും ക്ലാസ്സിൽ നിന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള കുപ്രചരണങ്ങൾ നിങ്ങൾ പലയിടത്തും കേൾക്കും. ഇതൊക്കെ ക്ലാസ്സിൽ നിന്ന് ചിന്തിക്കാൻ പറ്റുന്നതാണ്. ഞങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്ഥിരമായി കാണുന്ന എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ക്ലാസ്സിൽ നിന്ന് ചിന്തിക്കുന്നത്. മനുഷ്യ സാധ്യമാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വലിയ സംഭവമാണെന്ന് ചിന്തിക്കണ്ട. നിങ്ങൾ 1 മണിക്കൂർ എൻ്റെ കൂടെ ഇരുന്ന് ഈ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് കഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കില്ലിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഓക്കെ, പഴയ പാറ്റേൺ തളച്ചിട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അതിന് പുറത്തേക്ക് വരിക. ഇത് കുറെ കൂടെ എളുപ്പമാണ് പുതിയ പാറ്റേൺ. പഴയ പാറ്റേണിനേക്കാൾ വളരെ എളുപ്പമാണ് പുതിയ പാറ്റേൺ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞതാണ്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അനുദീപ് വ്ലോഗ്സിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചോദ്യം ആയിരിക്കരുത് വായിക്കുന്നത്, ഓപ്ഷൻസ് ആയിരിക്കണം. ഓപ്ഷൻസ് ഒരു 2 സെക്കൻഡ് വരും ഓപ്ഷൻസ് സ്കാൻ ചെയ്യാൻ, പോട്ടെ ഒരു അര സെക്കൻഡ് മതി ഓപ്ഷൻസ് സ്കാൻ ചെയ്യാൻ. ഈ ചോദ്യം ഞാൻ ഇന്നലെ ചെയ്ത സ്ട്രെസ് മാനേജ്മെന്റ് വീഡിയോയിലും പറഞ്ഞതാണ്. ഈ ചോദ്യങ്ങൾ നോക്കൂ. ഫസ്റ്റ് നിങ്ങൾ ഓപ്ഷൻസിൽ കൂടെ നോക്കാം. 4 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഓപ്ഷൻസിനകത്തെല്ലാം മാക്സിമം 3 സ്റ്റേറ്റ്മെന്റ്സേ ഉള്ളൂ. അതിനർത്ഥം ഈ 4 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതോ ഒരു സ്റ്റേറ്റ്മെന്റ് ഒറ്റയാനാണ്. അവനെ കണ്ടെത്താൻ ശ്രമിച്ചാൽ മതി. അപ്പം നമ്മൾ ഓപ്ഷൻസ് വായിച്ചിട്ട് പിന്നെ ചോദ്യം വായിക്കുമ്പോൾ എന്താ പറയാ, നമ്മുടെ സ്കില്ല് മാറും. നമുക്കൊരു മുൻവിധി ഉണ്ടാവും, ഏതോ ഒരു ഓപ്ഷൻ തെറ്റാണ്, 3 ശരി, 1 തെറ്റുമാണ് എന്നുള്ളൊരു മുൻവിധിയോട് കൂടി നമ്മൾ ഈ പ്രസ്താവന വായിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ആ ഒരു ഓപ്ഷനെ കണ്ടെത്താൻ സാധിക്കും. സോ നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ചോദ്യം വായിക്കാവൂ. പുതിയ പാറ്റേൺ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതിപ്പം പല വീഡിയോ ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ താമസിച്ച പലയിടത്തും ഇത് കോപ്പി അടിച്ച് പറയുന്നത് കേൾക്കാം, കുഴപ്പമില്ല. പക്ഷേ എലിമിനേഷൻ ടെക്നിക്സ് എന്ന് വെച്ചാൽ ഇരുതല മൂർച്ചയുള്ള വാളാണ്. എക്സ്പീരിയൻസ് ഇല്ലാതെ നമ്മളിത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആയിരിക്കും വെട്ടുകൊണ്ട് കിടക്കുന്നത്. സോ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവാം. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമഗ്രമായിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്നതാണ്. ഇനി മറ്റൊരു ചോദ്യം, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന മറ്റൊരു ചോദ്യമാണത്. ഇതൊക്കെ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാവുന്നില്ല, നിങ്ങൾക്കറിയാൻ കമന്റ് സെക്ഷനിൽ പറയാം. മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടെന്നാണ് ചോദ്യം. മനുഷ്യാലയം, മനുഷ്യന്റെ ആലയം, മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം. ഈ മനുഷ്യാലയം എന്ന് പറഞ്ഞ സംഭവമായിട്ട് ചിത്രകലയ്ക്കാണോ, ഗാർഹിക വാസ്തുവിദ്യക്കാണോ, ശില്പവിദ്യക്കാണോ, കരകൗശല വിദ്യക്കാണോ ബന്ധം? മനുഷ്യന്റെ ആലയം എന്ന് പറയുമ്പോൾ ചോദ്യത്തിലെ കീവേഡ് മനുഷ്യന്റെ ആലയം. ഇതുമായിട്ട് ഈ ചോദ്യത്തിനകത്ത് ഈ ഓപ്ഷൻസിനകത്ത് ഏത് ഓപ്ഷനാണ് ബന്ധമുള്ളത്? മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വീട്, ഗാർഹിക വൃത്തി തന്നെയല്ലേ ബി. ഈ ചോദ്യമിട്ട ചോദ്യകർത്താവ് നോക്കുന്നതും നിങ്ങൾ പഴയ പാറ്റേണിലാണോ അതോ പുതിയ പാറ്റേണിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇതിൽ ഉത്തരം കിട്ടും. 59ാമത്തെ ചോദ്യം, ഇതിന് ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞു. ഇതൊക്കെ വലിയ ഡിഫിക്കൽട്ട് ചോദ്യമാണെന്ന് ചില വിദ്യാർത്ഥികൾ ഇപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇതിന് ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഇമെയിൽ അയച്ചിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ഇമെയിലിനകത്ത് നമുക്ക് 1-ൽ കൂടുതൽ കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ വരുന്നത്? ഞാൻ നിങ്ങൾക്കൊരു ഇമെയിൽ അയക്കുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു PDF അറ്റാച്ച് ചെയ്യും, ചിലപ്പോൾ ഒരു PowerPoint പ്രസന്റേഷൻ അറ്റാച്ച് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പം മറ്റൊരു വീഡിയോ ക്ലിപ്പ് അറ്റാച്ച് ചെയ്യുന്നിരിക്കും, അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പ് അറ്റാച്ച് ചെയ്യുന്നിരിക്കും. അത് പോസിബിൾ ആണോ അല്ലയോ? 3rd സ്റ്റേറ്റ്മെന്റ് പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മെയിൽ അയച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് അറിയായിരിക്കും.
അത് വെച്ചിട്ട് ഇതിന് ഓപ്ഷൻ എന്താണെന്ന് ഒറ്റയടിക്ക് എത്താൻ പറ്റും. എല്ലാവരുടെയും പ്രശ്നം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ട് സ്റ്റക്കായി നിൽക്കും, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കണ്ട് വാ പൊളിച്ചിരിക്കും. നിങ്ങൾ പട്ടാളക്കാരന്റെ മെന്റാലിറ്റിയുള്ള വ്യക്തിയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സ്റ്റക്കായി നിൽക്കില്ല, മുന്നോട്ട് പോകും. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ക്ലൂ ഉണ്ടായിരുന്നു. അത് മാത്രം മതി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പം നിങ്ങളൊരു ബ്യൂറോക്രാറ്റ് ആവാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. ബ്യൂറോക്രാറ്റിന് വേണ്ടത് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ആണ്. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഫയലുകൾ പഠിച്ച സൊല്യൂഷനിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അതിനുള്ള മെന്റാലിറ്റി നിങ്ങൾക്കുണ്ടോ? അതോ നിങ്ങളെ ഗവൺമെന്റ് അബ്സോർബ് ചെയ്ത് നിങ്ങൾ ഗവൺമെന്റിന് ഒരു ബാധ്യതയാവുമോ എന്നുള്ളതാണ് ഇപ്പോൾ PSC പ്രധാനമായും ചെക്ക് ചെയ്യുന്നത്. ട്രെയിനബിൾ ആണോ അല്ലയോ? അപ്പം ആണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കുക. അപ്പൊ പുതിയ പാറ്റേണിൽ പഠിച്ച് എല്ലാവരും കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഞാനിത് ഇത്രയും പറഞ്ഞിട്ട് നൂറുകണക്കിന് വീഡിയോ ചെയ്തിട്ട് പോലും ഇപ്പോഴും പഴയ പാറ്റേണിൽ സ്റ്റക്കാണ് കുറെ ആൾക്കാരെങ്കിലും. നിങ്ങൾ ഏത് പാറ്റേൺ അനുസരിച്ചാണ് ഇപ്പോൾ പഠിക്കുന്നത്? കമന്റ് സെക്ഷനിൽ പറയുക. കാരണം എനിക്ക് നിങ്ങൾ തരുന്ന ഫീഡ്ബാക്ക് മാത്രമാണ് അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ? അതോ ഇപ്പോഴും നിങ്ങൾ പഴയ ഒരു സിസ്റ്റത്തിൽ തന്നെയാണോ പഠിക്കുന്നത് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ നിന്ന് പറയൂ കേട്ടോ. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.